രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കൊടും ചൂടിൽ വലഞ്ഞ് കേരളം. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുകയാണ്. അതിനിടെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണം എന്ന സർക്കാർ നിർദ്ദേശം പാലാ സെന്റ് ജോസഫ് കോളേജ് തള്ളി. വിദ്യാർത്ഥികൾ കോളേജിൽ എത്തണം എന്നാവശ്യപ്പെട്ട് സർക്കുലർ ഇറക്കി. തമിഴ്നാട്ടിൽ ചൂട് ഏറ്റവും കഠിനമാകുന്ന കത്തിരി വെയിൽ നാളെ മുതലാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. അവധിക്കാലത്ത് മലയാളികൾ ഏറെ എത്തുന്ന ഊട്ടിയിലും കൊടൈക്കനാലിലും കർശന നിയന്ത്രണങ്ങളാണ് ഉള്ളത്. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും, അശ്വിൻ പാലാഴി കോട്ടയത്ത് നിന്നും, മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം അലക്സറ മുഹമ്മദിലേക്ക്. അലക്സ്, ഇന്ന് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്, ഏതൊക്കെ ജില്ലകളിൽ 40 ഡിഗ്രിക്കൊക്കെ മുകളിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്? വേണു, സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങൾ, അതായത് ഈ ആഴ്ച കൂടി ഈ കത്തുന്ന ചൂട്, ഈ കാഠിന്യമേറിയ വെയിൽ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വേണു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട് കഴിഞ്ഞ 12 ദിവസത്തെ കണക്കെടുത്താൽ 10 ദിവസവും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തിയ ജില്ലയാണ് പാലക്കാട്. പാലക്കാട്ട് ഇന്നലത്തെ കണക്ക് തന്നെ പരിശോധിച്ചാൽ, അതായത് ചൂടിൻ്റെ കണക്ക് തന്നെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. 40 ഡിഗ്രി സെൽഷ്യസ് ഇന്നലെയും പാലക്കാട് ചൂട് രേഖപ്പെടുത്തിയതാണ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4.4 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. കോഴിക്കോട് ജില്ല, അതായത് വടക്കൻ കേരളവും ചുട്ടുപൊള്ളുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലും സമാനമായി തന്നെ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 39 ഡിഗ്രി സെൽഷ്യസ് ആണ് കോഴിക്കോട് രേഖപ്പെടുത്തിയത്. 4.6 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന ചൂട് കോഴിക്കോട് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് സമാന സ്ഥിതി തുടരുകയാണെങ്കിൽ, ഇന്നും കൂടെ സമാന സ്ഥിതി തുടരുകയാണെങ്കിൽ ഉഷ്ണതരംഗം കോഴിക്കോട് ജില്ലയിലും സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലാകട്ടെ ആ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. രാത്രികാല ചൂട് ഉയരുമെന്ന മുന്നറിയിപ്പും ആലപ്പുഴ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ 12 ജില്ലകളിൽ താപനില വർദ്ധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് വർദ്ധിക്കാൻ സാധ്യത ഉണ്ടെന്ന പ്രവചനം നിലനിൽക്കുന്നുണ്ട്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ ചൂട് വർദ്ധിക്കാനാണ് സാധ്യത. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത്. അത് മാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷമാകട്ടെ ഈ അന്തരീക്ഷ ആർദ്രത അത് 55-നും 65% മുകളിലേക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉയർന്ന ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതിയും ഈ അത്യുഷ്ണത്തോടു കൂടിയുള്ള സാഹചര്യവും മനുഷ്യർ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രവചനം. ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്ന മുന്നറിയിപ്പ് അതാണ്. അതിനാൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ സാഹചര്യം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അവലോകന യോഗം വിലയിരുത്തിയിരുന്നു. സംസ്ഥാനത്ത് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തിങ്കളാഴ്ച വരെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാനുള്ള തീരുമാനം. അത് മെഡിക്കൽ രംഗത്തെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപനങ്ങളാകട്ടെ, അതെല്ലാം അടച്ചിടണമെന്ന് അതാത് വകുപ്പ് മന്ത്രിമാർ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നതിന് ശേഷം ഉത്തരവായി തന്നെ അത് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള ക്ലാസും തിങ്കളാഴ്ച വരെ അനുവദിക്കില്ല. കാരണം അത്രയ്ക്കും ചുട്ടുപൊള്ളുകയാണ് പുറത്തെ ചൂടെന്നുള്ളതാണ്. പകൽ സമയത്തെ ക്ലാസ് അനുവദിക്കില്ല. അത് എക്സ്ട്രാ ക്ലാസ് ആകട്ടെ, അതല്ല എങ്കിൽ വേനൽക്കാല ക്ലാസ്സുകളാകട്ടെ, അത്തരം ക്ലാസ്സുകളൊന്നും ഈ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് അനുവദിക്കില്ല. അത് ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത്. അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരുമാണ്. അത് മാത്രമല്ല, ചുട്ടുപൊള്ളുന്ന പാലക്കാട് അടക്കം നേരത്തെ തന്നെ ചില നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതെല്ലാം തുടരുകയും ചെയ്യുന്നുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരണമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേണു, ചില ജില്ലകളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇന്ന് 10 ജില്ലകളിൽ സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. ഈ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ, ജീവഹാനി അടക്കമുള്ള അപകടങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇടിമിന്നലേറ്റുള്ള അപകടങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി കർശനമായി പാലിച്ചിരിക്കണം. ശരി, അലക്സറ മുഹമ്മദാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.